RSSൻ്റെ ചില നേതാക്കളൊക്കെ പറയുന്നത് കെ സുരേന്ദ്രൻ, വി മുരളീധരൻ എന്നിവർക്കൊന്നും പ്രത്യക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖരനോട് എതിർപ്പില്ല. പക്ഷേ ഇവരോടൊക്കെ ചേർത്ത് നിൽക്കുന്ന ചിലർ ആണ് ഈ പ്രശ്നമുണ്ടാക്കുന്നതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. പ്രോബ്ലം ക്രിയേറ്റേഴ്സ്. അതുണ്ടാവും. ഈ എപ്പോഴും ഇത് ചെറിയ ചമച്ചകൾ ഹിന്ദിയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ കൂടെ ചമച്ചകളുണ്ടാവും. അത് രാഷ്ട്രീയത്തിൽ പറഞ്ഞു. നിങ്ങൾ കോളേജ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയാലും HOD ആയിട്ട് ബന്ധപ്പെട്ട് 3-4 ചമച്ചകളുണ്ടാവും. അവർ ഇരുപത് യോഗജായിരിക്കും. പക്ഷേ ഈ HODനെ അത് വഴിതെറ്റിച്ചാണ് ഇവരൊരു ജീവിതം. ഇവരാണ് അതുകൊണ്ട് നേട്ടം മൊത്തം ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയത്തിലെ ചമച്ചകൾ. അപ്പോൾ അവർക്ക് രാജീവ് വന്നപ്പോൾ രാജീവ് ആവശ്യമില്ലാത്ത കാര്യം, രാജീവ് തീരുമാനം എടുത്തതാ. ഇവർ വലിയ കാര്യം പറഞ്ഞതിന് മുമ്പ് രാജീവായി ചിരിച്ചോളാം. രാജീവിൻ്റെ മോളിരിക്കുന്ന ആളല്ലേ. രാജീവിൻ്റെ ഒടുക്കത്തെ IQ, പിന്നെ ഒടുക്കത്തെ സ്ട്രാറ്റജീസ്, ബുദ്ധിജീവി. നിങ്ങൾ പറയുന്ന ഈ മുസ്ലിം ഷർട്ടോട്ട് നടക്കുന്ന മാത്രമല്ല ബുദ്ധിജീവി. രാജീവിന് ഒടുക്കത്തെ ബുദ്ധിയാണ്. അപ്പോൾ ഇവൻ ഇത് പറഞ്ഞുകൊണ്ടെങ്കിൽ രാജീവ് ബാലരമ കഥ കേൾക്കുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ശരി എന്ന് പറയും. രാജീവ് വളരെ അടമൻ്റായിട്ട് പറയുകയും ചെയ്യും. പറയേണ്ടത് അടമൻ്റായി പറയും. അപ്പോൾ ഇതൊന്നും ഇവന് സഹിക്കുന്നില്ല. അപ്പോൾ അവൻ്റെ ബിസിനസ് പൂട്ടിപ്പോവുകയാണ്. മറ്റേത് BJP ജയിക്കുന്നില്ല, ബിസിനസ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ബിസിനസ് പൂട്ടിപ്പോവുകയാണ്. അന്നപ്പോൾ മുരളിയേട്ടാ, സുരേട്ടാ, ഇത് ശരിയല്ല, ഞങ്ങൾ അപമാനിച്ചു, ഞങ്ങൾ മോന്തെന്നില്ല, ഞങ്ങളെ ഭാഷയെ സംസാരിച്ചു. അപ്പോൾ മുരളീധരൻ ഇപ്പം തന്നെ ആശ്രിത വത്സരനാണ്.